നമസ്കാരം. യൂണിഫോമിനുള്ളിലെ കരുണാർദ്രമായ ആ മാതൃഹൃദയം. വോട്ട് ചെയ്യാനെത്തിയ ഒരു യുവതിയുടെ കൈക്കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ പോലെ ചേർത്തു പിടിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥയുടെ ചിത്രമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാകുന്നത്. കടമകൾക്കപ്പുറം കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയും മനോഹരമായ ഒരു ചിത്രം മലബാറിലെ ഒരു പോളിംഗ് ബൂത്തിൽ നിന്നുള്ളതാണ്. നാദാപുരം നരിപ്പറ്റ RNMHS 134 നമ്പർ ബൂത്തിൽ നിന്നുള്ളതാണ് ഹൃദയം തൊടുന്ന ഈ കാഴ്ച. ജനാധിപത്യത്തിന്റെ വലിയ ഉത്തരവാദിത്തം നിറവേറ്റാൻ വോട്ട് ചെയ്യാനായി ക്യൂവിൽ നിൽക്കുകയായിരുന്നു ഒരു യുവതി. പൊള്ളുന്ന ചൂടിലും നീണ്ട ക്യൂവിലും തൻ്റെ പിഞ്ചു കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് അവർ ഏറെ പ്രയാസപ്പെട്ടു. ഇത് കണ്ട് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥ അവിടേക്ക് എത്തുകയായിരുന്നു. ക്യൂവിൽ നിന്ന് വോട്ട് രേഖപ്പെടുത്തുന്നതുവരെ ആ കുഞ്ഞിനെ നോക്കാമെന്ന് അവർ അമ്മയ്ക്ക് ഉറപ്പു നൽകി. പിന്നീട് കണ്ടത് ഔദ്യോഗിക വേഷത്തിനുള്ളിലെ ഒരു അമ്മയുടെ വാത്സല്യമായിരുന്നു. കുറ്റ്യാടി പോലീസ് സ്റ്റേഷനിലെ ആ ഉദ്യോഗസ്ഥ തൻ്റെ കൈകളിലേക്ക് ആ കുഞ്ഞിനെ വാങ്ങുകയും സ്വന്തം കുഞ്ഞിനെ എന്ന പോലെ താലോലിക്കുകയും ചെയ്തു. പോളിംഗ് ബൂത്തിലെ കനത്ത സുരക്ഷാ ചുമതലകൾക്കിടയിലും ആ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു നിൽക്കുന്ന വനിതാ പോലീസിന്റെ ചിത്രം അവിടെയുണ്ടായിരുന്നവരുടെ എല്ലാം ഹൃദയം കവർന്നു. സഹദ് പാലോൽ എന്ന യുവാവാണ് ഈ ചിത്രം പകർത്തി സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. ജോലിയോടുള്ള ഉത്തരവാദിത്തത്തിനൊപ്പം സഹജീവികളോടുള്ള സഹാനുഭൂതിയും കരുതലും കൈവിടാത്ത ഇത്തരം ഉദ്യോഗസ്ഥരാണ് പോലീസിന്റെ മാന്യത വർദ്ധിപ്പിക്കുന്നത്. അമ്മ സമാധാനമായി വോട്ട് രേഖപ്പെടുത്തി മടങ്ങി വരുന്നതുവരെ ആ പിഞ്ചു കുഞ്ഞ് ആ ഉദ്യോഗസ്ഥയുടെ കൈകളിൽ സുരക്ഷിതമായിരുന്നു. കേവലം ക്രമസമാധാന പാലനം മാത്രമല്ല, ജനങ്ങളുടെ ആവശ്യങ്ങളിൽ താങ്ങായി നിൽക്കുക എന്നതുകൂടിയാണ് തങ്ങളുടെ ദൗത്യമെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് ഈ കേരള പോലീസ് ഉദ്യോഗസ്ഥ. സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കപ്പെട്ട ഈ ചിത്രം ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ആയിരക്കണക്കിന് ആളുകളാണ് ഏറ്റെടുത്തത്. യൂണിഫോമിനുള്ളിലെ മാതൃഹൃദയം എന്ന പേരിൽ ഈ ചിത്രം ഇപ്പോൾ നന്മയുടെ പുതിയ അടയാളമായി മാറുകയാണ്. പോലീസുകാരിയുടെ ഈ മാതൃകാപരമായ പ്രവൃത്തിക്ക് നാടൊട്ടുക്കും അഭിനന്ദന പ്രവാഹമാണ്. എന്തായാലും നിജ എന്നാണ് ഈ പോലീസുകാരിയുടെ പേര് എന്നാണ് വിവരം. രാഷ്ട്രീയ പാർട്ടികൾ 4 ആഴ്ചയോളം നാടിളക്കി നടത്തിയ പ്രചരണങ്ങൾക്കും ആരോപണ വിവാദങ്ങൾക്കും ഒടുവിൽ അങ്ങനെ കേരള ജനത വിധിയെഴുത്ത് നടത്തിയിരിക്കുന്നു. പൊള്ളുന്ന ചൂടിനെ വകവെച്ച് ജനം ബൂത്തിലേക്ക് ഒഴുകിയെത്തിയപ്പോൾ തരക്കേടില്ലാത്ത പോളിംഗാണ് രേഖപ്പെടുത്തിയത്. കേരളത്തെക്കാൾ കൂടുതൽ പോളിംഗ് ശതമാനമാണ് ഇന്ന് വോട്ടെടുപ്പ് നടന്ന അസമിലും പുതുച്ചേരിയിലും രേഖപ്പെടുത്തിയിരിക്കുന്നത്. വൈകിട്ട് 5 വരെയുള്ള കണക്കുകൾ പ്രകാരം അസമിൽ 84.42%, പുതുച്ചേരിയിൽ 86.92% രേഖപ്പെടുത്തിയിട്ടുണ്ട്.